എത്ര ചെറിയ അടുക്കളയാണെങ്കിലും നമുക്കിനി സ്ഥലമില്ലെന്നുള്ള പരാതി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ അടുക്കളക്ക് സൗകര്യം കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചെറിയൊരു സ്റ്റാൻഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മളിതെല്ലാനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനോടുകൂടെ തന്നെ സ്ക്രൂവും ഇത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റിൽ സ്ക്രൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റാൻഡിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഇതേപോലെ സ്ക്രൂ ഒക്കെ വച്ച് നോക്കി തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 375 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. സ്ക്രൂ ആണെങ്കിലും അതേപോലെ തന്നെ ഈ മെറ്റീരിയലൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ കിച്ചണൊക്കെ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത ഐറ്റം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അപ്പോൾ സാധാരണ നമുക്കറിയാലോ ഇതേപോലെയുള്ള ബോട്ടിൽസൊക്കെ വാങ്ങിക്കുമ്പോൾ പല മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങിയത് സ്റ്റീലിൻ്റെ ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല 2 ടിന്നുകളാണ്. വുഡൻ്റെ ലിഡാണ് വരുന്നത്. അപ്പോൾ ലിഡിനാണെങ്കിലും ഒരു വാഷർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഷർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പല റേറ്റിൽ ഓൺലൈനിൽ കാണാറുണ്ട്. അപ്പോൾ തീരെ വില കുറഞ്ഞത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തുരുമ്പൊക്കെ എടുത്തു പോകും. ഇത് 785 രൂപയാണ് വന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു വിലക്ക് ഉള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. കിച്ചണിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ചില്ലിൻ്റെയും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെയൊക്കെ ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം 4 ചില്ലിൻ്റെ ഇതേപോലെയുള്ള ടിന്നുകളാണ് വാങ്ങിയത്. അപ്പോൾ ഇത് നല്ലതാണെങ്കിൽ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ 4 എണ്ണം എനിക്ക് 425 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല കുപ്പിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നോക്കിയ വുഡൻ്റെ ഒരു ലിഡും അതേപോലെ തന്നെ അതിനൊരു വാഷറൊക്കെ ഉണ്ട്. അധികം ടൈറ്റല്ല, എന്നാലും തുറക്കാൻ അടക്കാനൊക്കെ പാകത്തിന് പറ്റുന്നുണ്ട്. ഈ 4 ചില്ലിൻ്റെ ഈ ബോട്ടിൽസിനായിട്ട് എനിക്ക് വന്നത് 425 രൂപയാണ്. 425 രൂപയ്ക്ക് ഇത് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില്ലിൻ്റെ ബോട്ടിൽസിനൊക്കെ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് നമ്മൾ കടകളിലൊക്കെ പോയി നോക്കുമ്പോൾ. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 1000 ml ആണ്. അപ്പോൾ അതേ നോക്കിക്കേ, അത്യാവശ്യം നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് ചെറിയ കിച്ചണൊക്കെ ആണെങ്കിലും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റിയ, അതായത് ഒരുപാട് വലിയ റാക്കൊന്നും നമുക്ക് ചെറിയ കിച്ചണിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കിച്ചണ് പറ്റിയ ഒരു ചെറിയ റാക്കാണ്. അധികം വീതിയില്ല, എന്നാൽ നന്നായിട്ട് തന്നെ സാധനങ്ങൾ അടുക്കി ഒതുക്കി വെക്കാൻ പറ്റും. ഒരുപാട് ബോട്ടിൽസൊക്കെ ഇതിനകത്ത് വെക്കാനും പറ്റും. അപ്പോൾ അതേ നോക്കിക്കേ, ഇത് പാർട്സ് ആയിട്ടാണ് കിട്ടിയത്. ഞാനിത് ഫിറ്റ് ചെയ്തതാണ്. ഫിറ്റ് ചെയ്യണതിന് മുമ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഒന്നുമില്ല, ഓരോ സ്ക്രൂ അങ്ങ് ആ ഹോളിലേക്ക് അങ്ങ് കയറ്റി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനോടുകൂടെ ക്ലാമ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭിത്തിയിൽ ക്ലാമ്പ് പിടിപ്പിച്ചിട്ടൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ഞാനിപ്പോൾ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതേപോലെ സ്റ്റൗവിൻ്റെ തൊട്ടടുത്തൊന്ന് ഭിത്തിയിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ ഒരു ഓപ്പൺ റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവരും ഒന്നല്ലെങ്കിൽ സെക്കൻഡ് കിച്ചണിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലൊക്കെ ആയിരിക്കുമല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അധികം സ്ഥലം ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇതിനധികം വീതിയില്ലാത്ത നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു റാക്കാണ്. 442 രൂപ മാത്രം ഇതിന് വില വരുന്നുള്ളൂ. അപ്പോൾ എത്ര ചെറിയ കിച്ചണിലാണെങ്കിലും ഒതുക്കി വെക്കാനും ഒരുപാട് ടിന്നുകൾ വെക്കാനും പറ്റിയ ഒരു റാക്കാണിത്. പിന്നെ ഭിത്തിയിൽ ആണി അടിക്കാതെ തന്നെ നമുക്ക് ഇതേപോലെയൊക്കെ ചേർത്ത് വെച്ചും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ആണി അടിക്കാൻ പാടില്ല എന്നൊക്കെ ഓണർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഇതേപോലെയുള്ള ടിന്നുകൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഇത് ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാഷർ ലൂസാണ്, മൂടി നന്നായിട്ട് അടയില്ല. അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ കട്ട പിടിച്ച് പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. ഈ ടിന്നി വാങ്ങിയ സമയത്ത് വളരെ കുറഞ്ഞ വിലയ്ക്ക് 12 എണ്ണമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. 6 ചെറുതും 6 വലുതുമൊക്കെയാണ് വാങ്ങിയത്. പക്ഷേ എല്ലാം ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ വാഷർ ലൂസായിട്ട് മൂടിക്കൊന്നും ഒരു ഉറപ്പില്ല. അപ്പോൾ ഇതേപോലെയുള്ള ടിന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇനി വാങ്ങണ്ട, തീരെ ക്വാളിറ്റി ഇല്ല.
അടുത്തത് ഒരു ബിരിയാണി പോട്ടാണ്. അപ്പോൾ ഹോക്കിൻസിൻ്റെ ഫ്യൂച്ചൂറ ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ബിരിയാണി പോട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത് വാങ്ങുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇംപെക്സിൻ്റെ ആയിരുന്നു. അത് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോൾ ഇപ്പോൾ രണ്ടാമത് വാങ്ങിയതാണിത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്. 12 ലിറ്ററിൻ്റെ ഈ ഒരു ബിരിയാണി പോട്ടിന് 3898 രൂപയാണ് വില വരുന്നത്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിലും ഈ ഒരു റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു ബിരിയാണി പോട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനിത് റാക്കൊക്കെ കാണിച്ചപ്പോൾ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്